ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലേക്ക് പുതുതായിട്ടൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒന്നല്ല രണ്ടും അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഞാനിപ്പോൾ മൊബൈൽ എടുത്തപ്പോൾ കാണാൻ പറ്റും. നമ്മുടെ ആർജസ്റ്റ് ടൂളിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഗാലറീൻ്റെ ആർജസ്റ്റ് ടൂളിൻ്റെ നടുക്കായിട്ട് ഒരു ആപ്പ് വന്നിട്ട് ആ ആപ്പ് ക്ലിക്ക് ചെയ്ത് കാർ മോഡിഫിക്കേഷൻ്റെ ആപ്പാണത്. അതിൽ നമുക്ക് കാറിൻ്റെ അലോയ്സ് മാറ്റാൻ പറ്റും. എയർലൈൻസിന് നമുക്ക് വേണ്ട കളർ കൊടുക്കാം. പിന്നെ ചുറ്റും ഫുള്ള് വേറെ കളർ കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതാക്കാം. കൂടാതെ നമുക്ക് വേണമെങ്കിൽ വണ്ടീൻ്റെ വീല് ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ വീലില്ലാത്ത വണ്ടിയാണിത്. വീലില്ലാണ്ട് ഇത് ഓടൊക്കെ ചെയ്യും. നമുക്ക് ഈ കാറിൻ്റെ ഓപ്ഷൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ നമുക്കിത് ഇങ്ങനെ കിട്ടത്തുള്ളൂ. വീലില്ലാണ്ട് ഈ വണ്ടി ഓടിക്കുന്നത് ഞാൻ കാണിച്ചത്. ബാക്കിലത്തെ ആ വീലും പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ പോയ വീല് എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാന്ന് നോക്കുകയാണെങ്കിൽ സിമ്പിളാണ്. നമുക്ക് ഈ മോഡിഫിക്കേഷൻ്റെ ആപ്പിലേക്ക് തന്നെ വന്നിട്ട് റീസെറ്റ് എന്നിട്ട് ഒരു ഇതുണ്ട്. പഴയതുപോലെ തന്നെ എല്ലാം ആവും. ഈ വീലിന് നമുക്ക് അലോയ്സ് ഒന്നും കളറൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. വേറെ വീലെടുക്കണം, എന്നാലേ നമുക്ക് അലോയ്സ് മാറ്റാൻ പറ്റത്തുള്ളൂ. നമുക്ക് അതുപോലെ തന്നെ വണ്ടീൻ്റെ കളർ ആദ്യം ഈ മുകളിൽ കാണുന്ന ഇതൊക്കെ 10 കളർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ ഇപ്പം താഴെ നമുക്ക് വേണ്ട കളർ ചൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനത്തെ ഈ കളറൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഈ കളറിനെ ഫുള്ളായിട്ടുള്ള വണ്ടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഫുൾ ആ കളറിലെ വണ്ടി നമുക്ക് അങ്ങനെയൊന്നും പണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ കളറേ ഉണ്ടായിരുന്നില്ല. ഇപ്പം അതൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ് പിങ്കായ. അതുപോലെ തന്നെ ഗൈസ് ഇതിൽ നമുക്ക് വേറൊരു വീടും വന്നിട്ടുണ്ട്. അത് എവിടെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഉള്ളിൽ ഇവിടുന്ന് ഞാൻ കറക്റ്റ് വ്യൂ ഇവിടുന്ന് പോയിട്ട് ജെറ്റ് പാക്കിൽ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇവിടെ ജെറ്റ് പാക്ക് എടുത്തിട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇവിടുന്ന് വീട്ടിൻ്റെ നേരെ സൈഡിലേക്ക് പോയിട്ട് നേരെ മുന്നോട്ട് പോകും. ഈ റാമ്പില്ലേ, ആ റാമ്പിൻ്റെ ഭാഗത്തുനിന്ന് നേരെ അങ്ങോട്ട് പോയാൽ നമുക്ക് അവിടെ വീട് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അതാണ് പുതിയതായിട്ട് വന്ന വീട്. അവിടത്തേക്ക് ഞാൻ പോയിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഗൈസ് വേറെ NPC വന്നിട്ടുണ്ട്. അത് അവിടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പുതിയതായിട്ട് NPC വന്നിട്ടുണ്ട്. NPC നമ്മൾ എടുക്കേണ്ട ഇതെന്താണെന്ന് വെച്ചാൽ ബോയ് 2 എന്നടിച്ചാൽ ഒരു ബോയ് NPC വരുന്നതായിരിക്കും. ഇവ നമ്മളെ കൂടെ തന്നെ നടക്കുകയൊക്കെ ചെയ്യും. കണ്ടോ, ഞാൻ ഇങ്ങോട്ട് പോകുന്നു, എൻ്റെ കൂടെ തന്നെ എപ്പം വരും. അതുപോലെ തന്നെ ഗേൾ എന്നിട്ടുണ്ട്. ഗേൾ 2 എന്നടിച്ചാൽ വേറെ NPC ഇവനെ പോലെ നമ്മളെ കൂടെ തന്നെ ഇപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് അപ്ഡേറ്റ്. നമുക്ക് ഇനി വീട്ടിലേക്ക് പോകാം. ഞാൻ പോയാൽ കുറച്ച് കഴിഞ്ഞാൽ അവിടെ വീട്ടിലേക്ക് തന്നെ എത്തിക്കോളും. ഓക്കെ, നമുക്ക് മുന്നിൽ നിന്ന് ഇതാക്കണ്ട. ഈ ഡോറ് ഓട്ടോമാറ്റിക് ഡോറാണ്. അതുകൊണ്ടിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിക്കോളും. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് തട്ടി വന്നിട്ടുണ്ട്. അവർ രണ്ടാളും കണ്ടോ ഓടി വരുന്നത്? അവർ രണ്ടുപേരും ഓടി വരുന്നുണ്ട്. അവരെ ഇത് കൊന്നാലും നമുക്ക് സ്റ്റാറൊന്നും വരത്തില്ല. രണ്ടാളും കൊന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് സ്റ്റാറൊന്നും വന്നിട്ടില്ല. അത് അവരൊക്കെ നമുക്കൊന്നും ആവത്തില്ല. ഇനി ഇതാണ് പുതിയതായിട്ടുള്ള വീട്. നമുക്ക് ഈ വീട് ഫുള്ളും നോക്കാം. ആദ്യം പുറത്ത് തന്നെ നോക്കാം. ഇത് സ്വിമ്മിംഗ് പൂളാണ്, ചെറുതാണ്. ഇതിൽ നമുക്ക് കുളിക്കാനൊന്നും പറ്റത്തില്ല. ചെറിയൊരു സ്വിമ്മിംഗ് പൂള്. വീട്ടിന് ചുറ്റും വലിയ മാറ്റമൊന്നുമില്ല, സാധാരണ ഒരു വീട് പോലെ തന്നെയാണ്. പിന്നെ ഒരു സൈഡിൽ അവിടെ ഗ്യാരേജ് ഉണ്ട്. അവിടെ ഗ്യാരേജാണ്. നേരെ പോയ ഗ്യാരേജാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഇതിൻ്റെ കുഴപ്പം തോന്നിയത് എല്ലാ സ്ഥലത്തും ഏകദേശം ഒരുപോലത്തെ ഡോറില്ലാണ്ട്. ഓക്കെ, നമുക്ക് ഈ സൈഡിലൂടെ കണ്ടോ ഇതെല്ലാം ഓപ്പൺ ആയിട്ട്.
ഒരു മുകളിൽ കയറി നോക്കാം. താഴെ ഇത്രയേ ഉള്ളൂ. താഴെ ഡൈനിങ് ഹാൾ മാത്രമേ ഉള്ളൂ താഴെ. ഇവിടെ കണ്ട നീണ്ടൊരു കാലി സ്ഥലമുള്ളത്. ഇപ്പൊ ഒരു കാലി സ്ഥലമുള്ളത്. ഇവിടെ ജിമ്മെങ്ങനെ ആക്കായിരുന്നു. എന്നാൽ പിന്നെ നമ്മുടെ പഴയ വീട്ടുണ്ടല്ലോ അതുപോലെ ജിമ്മെങ്ങനെ ആക്കായിരുന്നു. നല്ല നീളമുള്ള കാലി സ്ഥലമുള്ളത്. നേരെ അപ്പുറത്ത് നമ്മുടെ ബെഡ്റൂം. ഇവിടെ നമ്മുടെ ഗെയിമിംഗ് സെറ്റപ്പ്. ഇവിടെ ഒരു മൂലക്ക് ഒരു ബക്കറ്റും വെച്ചിട്ടുണ്ട് വേസ്റ്റിങ്ങിൻ്റെ. ഓക്കെ, ഇവിടെ ഒരു ലൂപ്പ് കോളായിട്ട് നമുക്ക് മുകളിലേക്ക് കയറാനുള്ള സ്പേസ് ഉണ്ട്. കണ്ടോ, നമ്മൾ ലൂപ്പ് കോളായിട്ട് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നേരെ ചാടി വേണം ചാത്തു. അതുകൊണ്ട് ചാടി ചാടി കീഴാൽ മതി. ഓക്കെ, ചത്തിട്ടൊന്നുമില്ല, താഴെത്തിട്ടുണ്ട്. ഇതാണ് ഇതിലേക്ക് വന്ന വീടും ഇതൊക്കെ. കൂടാതെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ 2 NPCനെ കാണിച്ചു തന്നില്ലേ, ആ NPC ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ആ NPC നമ്മുടെ പ്ലെയർ ആക്കി നമുക്ക് കളിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം മൊബൈൽ എടുത്തിട്ട് RGSTകളിൽ പോയിട്ട് PM13 അടിച്ചിട്ട് ടിക്ക് കൊടുക്കാം. എന്നിട്ട് ഗെയിമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് അകത്തേക്ക് കയറാം. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചത് ഗേൾ ക്യാരക്ടറല്ല, അത് വരും. കാണിച്ചു തരാം. ഇതിൽ പക്ഷേ ഡ്രസ് ചേഞ്ചിങ് ഒന്നും ഇല്ല, ബാഗ് ഇടാൻ പറ്റും, അതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആ ബോയ് ക്യാരക്ടറും ആവാം. ബോയ് ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് PM14 നടിക്കുക, പുറത്തേക്ക് പോവാം. നമ്മൾ ആ ബോയ് ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ബൈക്കിലേക്ക് വന്നത്. പിന്നെ സൂപ്പർമാനുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഞാൻ വെറുതെ കാണിച്ചു തരാം. PM11 ഇതാണ് സൂപ്പർമാൻ്റെ കോഡ്. എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതാണ് സൂപ്പർമാന്. നമുക്ക് ലേസറൊക്കെ ഇടാൻ പറ്റും. ഇതിപ്പോൾ കുറച്ച് മുമ്പേ ഒന്ന് അപ്ഡേറ്റ് ആയിരുന്നു. ഞാൻ അതിന് വീഡിയോ ഇട്ടിരുന്നില്ല, അതുകൊണ്ട് കണ്ണിന്ന് ലേസർ പോകും. വണ്ടി കണ്ടപ്പോൾ തിരിച്ചു കണ്ണിന്ന് ലേസർ പോകും. നമുക്ക് വണ്ടിയിലൊന്നും കയറാൻ പറ്റത്തില്ല. ഇത് പയ്യെ പോകും. ഓക്കെ, കണ്ട NPC കുറച്ച് റിയാക്ടിങ് ഒക്കെ നടക്കുന്നുണ്ട്. പൊട്ടിത്തെറിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വണ്ടിയിലൊന്നും കയറാൻ പറ്റത്തില്ല. ഞാനൊരു വണ്ടിയുടെ അടുത്ത് പോയി കാണിച്ചിട്ടല്ലേ, വണ്ടി ഞാൻ സ്പോൺ ചെയ്യാം. ഞാനൊരു ലെജൻഡ് സ്പോൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ പവറുണ്ട്, അത് തെറിച്ച് പവർന്നല്ല. ഓക്കെ, നമുക്കിതിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് വണ്ടി കയറുന്ന ഓപ്ഷൻ ഒന്നും കാണാൻ പറ്റില്ല. അടുത്ത് പോകാൻ കണ്ടോ, വണ്ടിയിൽ കയറാനൊന്നും പറ്റത്തില്ല. വണ്ടിയുടെ കളറ് മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ. വണ്ടിയുടെ കളറൊക്കെ നമുക്ക് വേണ്ട മോഡലാക്കി വെക്കാം, പക്ഷേങ്കിൽ വണ്ടിയിൽ കയറാൻ പറ്റത്തില്ല. ഓക്കെ, ഇതൊക്കെയാണ്, ഇത് പഴയ അപ്ഡേറ്റ് ആണ്. ഞാൻ മുമ്പ് കാണിച്ചതൊക്കെയാണ് പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ്. ഇനി അപ്ഡേറ്റുകൾ വരാനിരിക്കുന്നുണ്ട്. ചിലപ്പം ഇതിൽ ബാറ്റ്മാൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിയുന്നുണ്ട്. ചിലപ്പോൾ ഇതിൽ ബാറ്റ്മാൻ വരും. നമുക്ക് വെപ്പൺസ് ഒന്നും ഇല്ലാട്ടോ, ഇതിൽ ബാറ്റ്മാൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കാത്തിരിക്കാം. അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.